ആഹാ, ഇതുവരെ റെഡിയായില്ലേ? നീ ചോദിച്ചില്ലേ നിന്നിൽ ഏറ്റവും ഇഷ്ടം എന്താണെന്ന്? നിന്റെ ശരീരത്തിലും ഈ മുടിയിലും നിറഞ്ഞു നിൽക്കുന്ന സുഗന്ധമാണ്. അത് ബോഡി ലോഷന്റെയും ഷാമ്പൂവിന്റെയും പെർഫ്യൂമിന്റെയും ഒക്കെ ഗുണാണ്. ഞാനൊന്ന് വേർത്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന സുഗന്ധം ഒന്നും കാണില്ല. സ്നേഹിക്കുന്ന പെണ്ണിന്റെ വിയർപ്പിനുണ്ടോ സുഗന്ധവും സൗന്ദര്യവും ഒക്കെ? ഇന്ന് ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ. ഇങ്ങനെ സംസാരിച്ചിരുന്നാ മതിയോ? പോണ്ടേ? പോണം. പോണല്ലേ? എന്താ ടയേർഡാണോ? സ്റ്റാമിന വല്ലതും ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ പുറകിലെ വാതിലറിയോ? ആ വാതില് തുറന്ന് പുറകിലെ കണ്ടം വഴി ഓടിക്കോ. എന്റെ ഹസ്ബൻഡ് വന്നു മനുഷ്യ. നീ എന്താ കുളിച്ച സുന്ദരിയുണ്ടല്ലോ, എന്താ അമ്പലത്തിൽ പോകുന്നുണ്ടോ? നിങ്ങൾ ഈ കണക്കിന് പോവാണെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോയി ഭജന ഇരിക്കേണ്ടി വരും. അതിന് ഭജന ഇരിക്കേണ്ട പ്രായമൊക്കെ ആയോ നിനക്ക്? അതെ, അമ്പലത്തിൽ പോകുന്നത് സൂക്ഷിച്ചൊക്കെ മതി. കുളിച്ചൊരുങ്ങി പെണ്ണുങ്ങൾ അമ്പലത്തിൽ പോകുന്നതേ വേറെ ആവശ്യത്തിനാന്നാ നോവലിലൊക്കെ പറയുന്നത്. അതിന് കഷ്ടപ്പെട്ട് അമ്പലത്തിൽ പോണോ? വീട്ടിലെല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോ എന്തിന്? പ്രാർത്ഥിക്കാൻ, അല്ലാതെ എന്തിന്? ഞാൻ പേടിച്ചു പോയി. നിങ്ങളെ പോലെ ഉത്തരവാദിത്വം ഇല്ലാത്ത ഭർത്താക്കന്മാരൊക്കെ പേടിക്കണം. ഇന്നലെ തന്നെ രാവിലെ പോയിട്ട് കയറി വന്ന സമയം കണ്ടോ? എങ്കിലൊന്ന് വിളിച്ചു പറയാൻ. ഞാൻ ആ PC എടുത്ത് പറഞ്ഞു വിട്ടാണല്ലോ. എന്നാലേ ഇനി തൊട്ട് എന്റെ കാര്യങ്ങൾക്ക് ഞാൻ ആ PC വിളിക്കാം. വഴക്കിടല്ലേ പൊന്നെ. ഞാനിപ്പോ എന്താ വേണ്ടത്? സ്നേഹിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാനിപ്പോ സ്നേഹിക്കട്ടെ. സ്നേഹിക്കാൻ പറ്റിയൊരു കോലം. നിങ്ങൾ ആദ്യം പോയി കുടിച്ചേ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. എന്താ ചൂട്! എന്താ അവിടെ ഒരു ശബ്ദം? പാത്രം പിന്നെയും പൊട്ടിച്ച? ഒന്നുമില്ലേട്ടാ, ആ കള്ളപ്പൂച്ച പിന്നെയും വന്നതാ. ഇവളും പൂച്ചയും തമ്മിലുള്ള കളി ഇതുവരെ തീരാറായില്ലേ? അപ്പോഴേക്കും തുടങ്ങിയോ? നമ്മളെ വിളിക്കുന്ന പരിപാടിയൊന്നുമില്ല. നല്ല വിശപ്പ. ഇന്നലെ ഒരു വകയാൻ കഴിച്ചിട്ടില്ല. പിന്നെ ആക്രാന്തം ഇല്ലാത്ത ഒരാള്. നിങ്ങൾക്ക് എല്ലാത്തിനും ആക്രാന്താണ്. മറ്റുള്ളവരുടെ വിശപ്പ് മാറിയോന്ന് പോലും നിങ്ങൾ ചോദിക്കാറില്ല. നീ എന്താ ഉദ്ദേശിച്ചത്? ഒന്നുമില്ല. അല്ല, എന്താ ഈ വേഷത്തില്? ഇപ്പൊ തന്നെ ഇറങ്ങുവാണോ? ഒരു വള്ളിക്കെട്ട് കേസ് വന്ന് പെട്ടിട്ടുണ്ട്. എന്ത് കേസ്? ഒരു കള്ള റാസ്കൽ എന്റെ റേഞ്ചിൽ കയറി കളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. കാശുകാരായ ഭാര്യമാരാണ് അവന്റെ ടാർഗറ്റ്. അവരെ കറക്കിയെടുത്ത് അവരുമായി ബന്ധം സ്ഥാപിച്ച് അതിലൂടെയാണ് മോഷണം. നാണക്കേട് ഭയന്നിട്ട് പിന്നെ ഒരു കേസുമായിട്ട് പോവില്ലല്ലോ. എന്തേ? ഞാൻ ആ കള്ളനെ പറ്റി ആലോചിക്കായിരുന്നു. എന്തൊരു ബ്രില്യന്റ് ആണല്ലേ. ഒരു ദിവസം അവൻ എന്റെ മുന്നിൽ ഒന്ന് പെട്ടു. അവന്റെ ബ്രില്യൻസ് ഞാൻ ഇടിച്ച് ചതക്കും. ഭർത്താക്കന്മാരുടെ സമാധാനം കളയാനായിട്ട് ഓരോരുത്തന്മാർ ഇറങ്ങി പുറപ്പെട്ടുള്ളൂ. ഹലോ. സർ, നാസറാണ്. മനസ്സിലായിട്ടോ? താൻ കാര്യം പറ. സർ, അവൻ ഇത്തവണ രക്ഷപ്പെട്ടു. അവർക്ക് കേസൊന്നുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നാ പറയുന്നത്. താൻ അവരോട് കാര്യം പറഞ്ഞില്ലേ? സർ, ഞാൻ പറഞ്ഞു നോക്കി. പക്ഷേ പുറത്തിറങ്ങാനുള്ള നാണക്കേട് ഭയന്നാണെന്ന് തോന്നുന്നു. സ്വന്തം ഭാര്യയുടെ മാനം വെച്ച് ആരും റിസ്ക് എടുക്കില്ലല്ലോ സർ. കണ്ടവന്റെ ഒക്കെ കൂടെ കയറി കിടക്കുന്ന അവളേക്ക് എന്തിനാണ് ഭാര്യയായിട്ട് വെച്ചിരിക്കുന്നത്? ആണുങ്ങളുടെ മാനം കളയാതെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ അയാളുടെ അടുത്ത്. ഓക്കെ സർ. നീ ആരാണെന്ന് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ നീ ചെവിയിൽ നുള്ളിക്കോ. നിന്റെ വൃത്തിയട്ട കളിക്ക് ഇനി അധികം ആയുസുണ്ടാവില്ല. നിന്നെ ഞാൻ പൂട്ടും. മണിച്ചിത്രത്താഴിനേക്കാൾ വലിയ പൂട്ടിട്ട് ഞാൻ പൂട്ടും. സാർ, ചാന്ദനു സാർ, ഗുഡ് മോർണിംഗ് സാർ. ഇന്നും സനോകുമാറിന്റെ 3G ഫീസ് ആണല്ലോ. ഭഗവാനെ കാണി.
ஏண்டா செல்வா ட்ரீமில் ஃபுல்லு நயன்தாராவும் சமாந்தாவும் காலையில் கனி செல்வகுமாரும் உன்னோட 100 வாட்டி சொல்லிருக்கு எனக்கு டீ மட்டும் தான் போதும் உன்னோட மூஞ்சிய கனி வேணான்னு. அப்படி ஒன்றும் சொல்லாதங்க சார். என் அப்பா சொல்லியிருக்காங்க நான் ரொம்ப பிரமாதமான கண்ணின்னு. இனிமேல் பாருங்க சார், உங்களுக்கு வச்சடி கைட்டம் தான். എന്നിട്ട് ഈ അപ്പ ഇപ്പൊ എവിടെ ഉണ്ട്? இறந்துட்டேன் சார். நான் பிறந்ததுக்கு அப்புறம் தற்கொலை பண்ணிக்கிட்டாரு. ഓ മാൻ, ഇതിലും വലിയ എന്തോ വരാനിരുന്നതാ. നൈസായിട്ട് അങ്ങ് സ്കൂട്ടായി. பெரிய ஆளாக வேண்டியவர் சார் எங்கள் அப்பா. எப்படி சார் ரூம் இந்த மாதிரி க்ளீனாக வச்சுருக்குங்க? எனக்கு க்ளீன் பண்ணுறதுக்கு சான்ஸே தரல. ഈ റൂം ക്ലീൻ ചെയ്യാൻ ശമ്പളം ഇല്ലാത്ത ഒരാളെ ഞാൻ നിർത്തിയിട്ടുണ്ട് സെൽവ. രാത്രി കുറച്ച് ബ്ലഡ് മാത്രം കൊടുത്താൽ മതി. யாரு சார் அது? ഒരഴകാന പേയ്. பேயா? കേട്ടില്ലേ? സത്യം. അയ്യോ 9 മണി, പോവാൻ സമയായി. ബൈ ട്രീസ. ബൈ. എന്തു പറ്റി ചേച്ചി? പാലിൽ കുഴപ്പമുണ്ടോ ചേച്ചി? പാല് കുറച്ച് മതി എന്ന് പറഞ്ഞു. ഇല്ല, ഹസ്ബൻഡ് ടൂറ് പോയിരിക്കുക. പിന്നെ ഇവിടെ ആരാ പാല് കുടിക്കാനുള്ളത്? അതുകൊണ്ടാ. ഇനിയിപ്പോ വേണ്ട. എന്നാ ശരി. ഹലോ ചന്ദ്രേട്ടാ. ആ എവിടാടോ താൻ? ജീവനോടെ ഇരിപ്പുണ്ടോ? ചന്ദ്രേട്ടൻ ഒരു പണി ഏൽപ്പിച്ച പിന്നെ വൃത്തിക്ക് ചെയ്യാതെ വിളിക്കുന്നത് എങ്ങനെയാ? അതാ ഞാൻ. അപ്പൊ ചൂണ്ടയില് മീൻ കൊത്തിയെന്ന് സാരം. ഇനിയിപ്പോ വലിച്ച് കരയിലോട്ടിട്ടാ മതിയല്ലോ. അങ്ങനെ എടുത്തു ചാടി ചെയ്യാൻ പറ്റില്ലല്ലോ. ചന്ദ്രേട്ടൻ നമ്മളൊരു വർക്കിംഗ് സ്റ്റൈൽ അറിയാലോ. വളഞ്ഞിരിക്കുകയാണ്. ഇനി കൂടിയ ഒരാഴ്ച, അതിനുള്ളിൽ സംഭവം നടക്കും. പക്ഷെ ശാന്തനു, നീ സൂക്ഷിക്കണം. എത്ര നിസാര കാര്യമാണെന്ന് പറഞ്ഞാലും നമ്മുടെ കണ്ണെത്താത്ത ഒരു ചെറിയ അശ്രദ്ധ മതി എല്ലാം അങ്ങോട്ട് തീരാൻ. അറിയാൻ ചന്ദ്രേട്ട, അടിക്കുമ്പോ പാമ്പിന്റെ പത്തിക്ക് തന്നെ അടിക്കും. ചന്ദ്രേട്ടൻ പേടിക്കണ്ട, നമ്മുടെ സേഫ്റ്റി ഉറപ്പിച്ചിട്ട് ഞാൻ കളി അവസാനിപ്പിക്കും. എന്നാലേ നീ ഇത്തവണയും പതിവ് തെറ്റിക്കണ്ട. ഇനി കാര്യം നടന്നു കഴിഞ്ഞിട്ട് കാണാം. ശരി ചന്ദ്രേട്ട, ഓക്കെ ബൈ. എന്ത് പറ്റി സാർ? നമ്മളൊക്കെ എന്തിനാണ് യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കുന്നത്? ആ പുന്നാര മോൻ നമ്മുടെ മുന്നിൽ കൂടി കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? മോഷണ കേസിൽ പരാതിയില്ലെങ്കിൽ പിന്നെ കേസെടുക്കാനുള്ള അധികാരം നമുക്കില്ലല്ലോ. അവരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എരയെ പത്തി നോക്കി അടിക്കുക, അതാണ് അവൻ്റെ ഒരു ലൈൻ. സ്വന്തം ഭാര്യയുടെ ന്യൂഡ് ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്സ്, അതുമല്ലെങ്കിൽ അവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു എലമെന്റ്. ആത്മാഭിമാനമുള്ള ഒരു ഭർത്താവ് കേസും പുക്കാറായിട്ട് പോവാതിരിക്കാൻ വേറെ വല്ല കാരണം വേണം. അറ്റ്ലീസ്റ്റ് അവനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഒരാളെങ്കിലും ഒന്ന് സഹകരിച്ചിരുന്നെങ്കിൽ സ്റ്റേഷനിൽ കയറ്റി ഇട്ടിച്ച് കൈയുടെ തരിപ്പ് തീർക്കായിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്യാത്ത സ്ഥിതിക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാ അവനെ പിടിക്കാൻ അപ്പൊ ഒരു വഴിയില്ലേ? വഴിയൊക്കെ ഉണ്ട്. ഗാംബ്ലിംഗ്, എരയെ വേട്ടക്കാരന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്ന പക്ക ഗാംബ്ലിംഗ്. ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ കറങ്ങാൻ എന്താ? ഊട്ടിയെ കൊടക്കനാലോ ആണ്? നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാ. അപ്പൊ കുറച്ചുനാളെങ്ങോട്ടേലും മാറി നിൽക്കാന്ന് കരുതി. നാട്ടിൽ എന്ത് പുകല ഒപ്പിച്ചിട്ട് വന്നേ? അടിപിടി കേസാ കൊലപാതക? രണ്ടും അല്ല, പ്രേമം. നിനക്കൊന്നും വേറെ പണിയില്ലേടോ? പ്രേമം ജാതിയായിരുന്നു പ്രശ്നം. ഇനി കുറെ ദൂരം ഉണ്ട് ഏട്ടാ. അതുവഴി പോയാൽ മതി. ശരി ഏട്ടാ, അപ്പൊ കാണാം. നമ്മൾ ഇനിയും കണ്ടെന്ന് വരില്ല. ഞാൻ ഇവിടം വിട്ട് പോവുക. ഇനി ഇങ്ങോട്ടൊരു വരവുണ്ടാവില്ല. അതെന്താ? എന്നെ പോലെ ചേട്ടനും വല്ല പൂലും ഒപ്പിച്ചോ? പ്രശ്നങ്ങളൊക്കെ തീർത്ത് വേഗം നാട് പിടിക്കാൻ നോക്ക്. ഇവിടുത്തെ കാറ്റിന് പോലും രക്തത്തിന്റെ മണവാ. ഈ നാടത്ര ശരിയല്ല. നീ താമസിക്കാൻ പോകുന്ന വീടും. പേടി തോന്നുമ്പോ
ഇതൊരെണ്ണം പിടിച്ചാൽ മതി. നല്ല അസൽ നീലച്ചടന. അയാളുടെ ഒരു നീലച്ചടയൻ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. അല്ല വേണ്ട, ഇപ്പൊ കുറച്ച് ധൈര്യത്തിന്റെ കുറവുണ്ട്. ഞാൻ അറിഞ്ഞത് വെച്ച് അയാളൊരു ചെറിയ പെണ്ണിനെ കിട്ടിയിരിക്കുന്നേ. അയാളൊരു കാഞ്ഞ വിത്ത. നീ ഇത്രയും നാളും കണ്ടതുപോലെ അത്ര എളുപ്പമാവില്ലടാ ഇത്. എളുപ്പമാവില്ല. ചന്ദ്രേട്ടൻ പറഞ്ഞിട്ട് വന്നതാ ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ. ആരാ? ഞാൻ ശാന്തനു. ആ, ചന്ദ്രൻ വിളിച്ച് പറഞ്ഞിരുന്നു. അകത്തേക്ക് ഇരിക്കും. ഓ, ചായ. തൻ്റെ വീട് എവിടെയാന്ന് പറഞ്ഞത്? പാലക്കാട്. ചന്ദ്രൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഈ ദേവി പ്രതിഷ്ഠയുള്ള ഒരു വീടാണ്. പൂജയും കർമ്മങ്ങളൊക്കെ അതിന്റെ മുറക്കി നടക്കും. ആ, താനൊരു ബ്രാഹ്മണനാണല്ലോ, അറിയാലോ. അതൊരു ബുദ്ധിമുട്ടാവരുത്. ഇല്ല, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. തനിക്ക് ബുദ്ധിമുട്ടാവുന്ന കാര്യമല്ല, താൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവരുതെന്നാണ് പറഞ്ഞത്. ഇല്ല, ബുദ്ധിമുട്ടാവില്ല. അങ്ങനെയാണെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കും. ഇത് താക്കോൽ. समय जाता है, अहं गच्छामि. ഓ, അഹം കലാലയത് സാക്ഷാത് വിചാരസത്രം ഗച്ഛാമി ദിനദയാനന്തരമേ മഗമിഷ്യാമി. ശരി, ഞാൻ ഇറങ്ങാണ്. അതെ, എൻ്റെ ഭാര്യയാണ്. എന്നാ ശരി, ഇറങ്ങില്ലേ? ഓക്കെ, ശരി. ആ, പിന്നൊരു കാര്യം, അവിടെ ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ്. നന്നായിട്ടൊന്ന് വൃത്തിയാക്കേണ്ടി വരും. പിന്നെ ഇതിനു മുന്നേ താമസിച്ച ആളുടെ ഒരുപാട് സാധനങ്ങളും അവിടെ ഉണ്ട്. ഞാൻ ക്ലീൻ ചെയ്തോളാം. ശരി. നോക്ക്, മുഖത്ത് ടവലും കെട്ടി ആമയുടെ ഫിഗറും ചെയ്തിരിക്കുക. ഇനി തീവ്രവാദിയാണ്. ആരാ? ചോദിച്ചു കേട്ടില്ലേ ആരാന്ന്? I am Harikrishnan. I am also Harikrishnan. I call him Hari, he call me Krishnan. Together we are Harikrishans from association. ഓ, അഡ്വക്കേറ്റ്സ് ആണോ? അല്ല, ബ്രോക്കേഴ്സാ. മനസ്സിലായില്ല. അല്ല, ഞങ്ങളുടെ നാട്ടിലെ മെയിൻ ബ്രോക്കേഴ്സാ. അനി ഞാനെന്ത് വേണം?
എന്ത് വേണോന്നാ ഞങ്ങൾ അറിയാതെ ഇവിടെ ഒരു കച്ചവടവും നടക്കൂല. ഞങ്ങൾ അതിന് സമ്മതിക്കാറില്ല. അങ്ങനെയുള്ള ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ തന്നെ ആരും ഇവിടെ കൊണ്ടുവന്നു? എന്തിനോടെ കൊണ്ടുവന്നു? അതിന് അയാൾക്ക് എത്ര കമ്മീഷൻ കിട്ടി? അതറിയാതെ ഈ ഹരീഷൻസ് ഇവിടുന്ന് പോവൂല. അതിന് നിങ്ങളല്ലല്ലോ എനിക്ക് ഈ വീട് എടുത്തു തന്നത്. പിന്നെ ഞാൻ എന്തിനാ നിങ്ങൾക്ക് കമ്മീഷൻ തരണം? അല്ലാതെ ഒരു നോക്കൂലായിട്ട് കണ്ടാ മതി. അത് ഈ നോക്കൂലി ഒന്നും ചോദിക്കാൻ പാടില്ലെന്നല്ലേ പാർട്ടി പറഞ്ഞേക്കുന്നത്? അല്ല, ഈ നോക്കൂലി ചോദിക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, വാങ്ങിക്കാൻ പാടില്ല എന്ന് ഒരു പാർട്ടിയും പറഞ്ഞിട്ടില്ലല്ലോ. അതാണ്. ചേട്ടാ, ഈ നോക്കൂലിയും തരാൻ എന്റെ കൈ കാശില്ല. ഞാൻ ഈ വീട് വൃത്തിയാക്കാൻ ഒരാളെ കിട്ടുമോ നോക്കിയിരിക്കായിരുന്നു. ഈ വീട് മൊത്തം വൃത്തിയാക്കി തരാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചോദിക്കുന്ന കാശ് തരാം. കൃഷ്ണ, ഈ വീട് മൊത്തം വൃത്തിയാക്കുക എന്നൊക്കെ പറയുകയാണെങ്കിൽ അത്തരം പറയല്ലേ. ഒരു കുഴപ്പമില്ല. ഒരു വീട് എങ്ങനെ വൃത്തിയാക്കണമെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചുതരാം. സാറ് കാശായിട്ട് സാറേ, ഈ വീടിന്റെ കൊട്ടേഷൻ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ഇത്ര പെട്ടെന്ന് വിളി സാറേന്നൊക്കെയാ. അല്ല, കാശേരാന്ന് പറഞ്ഞ ഏത് തെണ്ടിയാ ഞാൻ സാറേന്ന് വിളിക്കും. ഒരു കാര്യമില്ല, കാശ് കൊടുത്തന്നെ സ്വന്തം തന്തേ കയറി സാറേന്ന് വിളിച്ചതാ ഇവൻ. പൈസ എടുക്കണടാ. ഇങ്ങോട്ടെ സാറേ, ചുമ്മാ പൈസ ഇട്ട് എന്നാതാ. അപ്പൊ ഹരികൃഷ്ണൻസ് അസോസിയേഷൻ ഈ കേസിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. അല്ല, പോയി പൻസാരനൊക്കെ എടുത്തിട്ട് വരാന്ന്. ഓ, ആയിക്കോട്ടെ. അതെ, ഈ വീടും പരിസരവും അത്ര ശരിയല്ലെന്നാണ് നാട്ടുകാരുടെ പൊതുവെയുള്ള സംസാരം. പല ദുരാത്മാക്കളും ഇവിടെ കറങ്ങിയടിച്ച് നടപ്പുണ്ടെന്നാണ് പറയണത്. കുഴപ്പമില്ല, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ വേറെ വീടെടുത്ത് തരാം. ശരിക്കും? ഞാനും ഒരു പ്രേതത്തെ കാണാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ ഏതായാലും ഇവിടുന്ന് മാറുന്ന പ്രശ്നമില്ല ചേട്ടാ. നിങ്ങൾ ചെല്ലേ. ഞാൻ പറഞ്ഞേറ്റില്ലടാ. നല്ല കാര്യമാണ്.